എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ ഏതൊരു ഭാഗത്ത് ശ്രദ്ധിച്ച് പറയാനായിട്ട് എനിക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം ഏത് ഭാഗമാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഒരു പോയിന്റ് എടുത്തുള്ളതായിരുന്നു. അതിപ്പം ഈ പട്ടികളെ ഇത്രയും പേടിയുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ ഉള്ളൊന്നും കയറിയില്ല. വേറെ മച്ചാനാ, എനിക്ക് ചെറിയ ശിശുവിനെ വരെ പേടിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 10 രൂപേൻ്റെ ഷോ എടുത്ത് അഭിപ്രായം അറിഞ്ഞിട്ടാണോ ഒന്ന്? അല്ല, ഇതിപ്പോ 7-8 ഫൈറ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല. ചേച്ചിക്കൊന്നും പരിപ്പ് ഇളകിയിട്ടുണ്ട്. ഇതാണ്ടതില് ചെലപ്പോ ഇതിൽ ചിലവരെ ചേച്ചിയായിരിക്കും. ഞാൻ പറയാതെ തന്നെ അറിയാം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു പ്രോപ്പർ ക്രൗഡ് എന്ന് പറയുന്ന ആദ്യം കിട്ടുന്നത് നിങ്ങളാണ്. എനിക്ക് ഐ വോണ്ട് ടു നോ, അതായത് ഞാനിപ്പോഴും പഠിക്കുക ആസ് എൻ ആക്ടർ. കേരള പോലീസ് ഉണ്ടാവണമെങ്കിൽ ക്രിമിനൽസ് ഉണ്ടാവണം. കള്ളവും ചതിയും ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ മഹാബലിയമാരെ ചവിട്ടി താഴ്ത്തിയ പോലെ. എങ്ങനെയുണ്ടായോ? കേരള പോലീസ് മാത്രം മതിയെന്ന. അപ്പൊ ക്രിമിനൽസ് ഉണ്ടാവാതെ എങ്ങനെയാ പോലീസ് ഉണ്ടാവുക? ക്രിമിനൽസ് ഉണ്ടെങ്കിലേ തന്നെയല്ലേ പോലീസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ പിന്നെ പോലീസ് എന്ത് ചെയ്യും? കാക്കാനും പൂച്ചേനും പിടിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ആരും ക്രൈം ചെയ്യണം എന്നല്ല പറയുന്നത്. മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനെയൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെ ആവും. അത് വിചാരിച്ച് ചതിയാണ് നമുക്ക് വെച്ച് കുറിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അത് ചന്തുവിൻ്റെ കേസിലാണെങ്കിലും ചന്തുവിൻ്റെ കേസിലാണ്. നമ്മളെ പട്ടി കൊണ്ടുപോയില്ലേ? ഞാൻ ആ പട്ടിക്കൂട്ടിൽ കയറാൻ പെട്ടപ്പാട്. എനിക്ക് പട്ടികളെ ഇത്രയും പേടിയുള്ള ഒരാളാണ്. ഞാൻ അതിൻ്റെ ഉള്ളൊന്നും കയറിയില്ല. വേറെ മച്ചാനാ, എനിക്ക് ചെറിയ ശിശുവിനെ വരെ പേടിയാണ്. അങ്ങനെ എന്താ പട്ടികളില്ലേ ഇപ്പൊ എല്ലാവരും? എന്താ പോവാ? കമോൺ ഒരു 7-8 ഫൈറ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടാവില്ല. ചേച്ചിക്കൊന്നും പരിപ്പ് ഇളകിയിട്ടുണ്ട്. ഇതാണ് അംബിക. ഇവരോട് രണ്ടുപേരോട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓ ശരിയാ, സിനിമയിലെ എതിർ സൈഡാണല്ലോ. പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എല്ലാവരും അടുത്തോട്ട് വന്നിരിക്കാവോ? കുറച്ചും കൂടി അടുത്തോട്ട് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് വരുമോ? ഇതിന്റെ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ കേട്ട് മൈക്ക് എന്താണ് അഭിപ്രായം? നല്ലതെന്ന് മാത്രം പറയരുത്, ഒറ്റ വാക്കില്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 10 രൂപേൻ്റെ ഷോ എടുത്ത് അഭിപ്രായം അറിഞ്ഞിട്ടാണോ ഒന്ന്? അല്ല, ഇതിപ്പോ റിവ്യൂ കൂട്ടുകാരെ കണ്ടിട്ട് കാണാൻ പറഞ്ഞായിരുന്നു. ഏതാ കൂട്ടുകാരൻ? കോഴിക്കോട്ടുകാരനാ. അപ്പൊ പുള്ളി വിളിച്ച് പറഞ്ഞു നല്ല പടം കാണണമെന്ന് പറഞ്ഞു. നിഹാല പണി കൊടുത്തതല്ലോ. കാലിക്കട്ട് എവിടെ വീട്? ഇത് തിരുവനന്തപുരത്താണ് നമ്മൾ മൊത്തം ഷൂട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വല്ലവരുണ്ടോ? ജഡ്ജിക്കുന്നാണ് കാണുന്നത്. ജഡ്ജിക്കുന്നാണ്. മനസ്സിലായി.
ജഡ്ജിക്കുന്ന് പിന്നെ നമ്മളെ പാളയത്ത് ഷൂട്ട് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെ മുണ്ടൂരിയണതൊക്കെ ആ പള്ളിയുടെ മനസ്സിലായി. നല്ല മൊട്ട വെയിലായിരുന്നു അവിടെ. അങ്ങനെയായിരുന്നെങ്കിൽ ജഡ്ജിക്കുന്നിലെ വെയിൽ എന്തായിരുന്നു. ജഡ്ജിക്കുന്നിലെ 2 ഇരകളാണ് ഇവർ രണ്ടുപേരും. പിന്നെ ആ ന്യൂട്ടൺ എന്നൊക്കെ പറയുന്ന ആള് മഹാപാവം, ഒരു മാടപ്രാവിനെ പോലത്തെ ഒരു മച്ചാനാണ് അല്ലേ ആ ന്യൂട്ടൺ എന്നൊക്കെ പറയണ മച്ചാനെ. പിന്നെ നമുക്കത് കാണുമ്പോ ഒന്ന് കൊല്ലാൻ പോകും. കൊല്ലാൻ പോലും അറിയാത്ത പട്ടി കടിച്ച് അവണൊരു അന്തസ്സുണ്ടല്ലോടാ. നമ്മളെന്നെ വളർത്തിയ പട്ടി നമ്മളെന്നെ വീട്ടിലേക്ക് കയറി കൊല്ലുന്നു, കടിച്ച് കൊല്ലുന്നു. ദിനോസറൊക്കെ ആണെങ്കിൽ ഒരു 8 കടി കൊണ്ട് തീർന്നാനെ അല്ലേ? എന്ത് അതെ അതെ സ്ത്രീജനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പടം കാണാൻ. ആണോ? ഓക്കെ ഓക്കെ നോക്കണ്ട, ഒരൊറ്റ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നിലക്കിലല്ല ബാക്കി എല്ലാവരും ബോയ്സ് അല്ലേ? പിന്നെ എന്തേലും ഇനിയിപ്പോ നിങ്ങള് ഇപ്പൊ നേരത്തെ ആരാണ് നബീല ആരാണ് പറഞ്ഞു നിങ്ങള് പടം കാണാനിട്ട് നിഹാല് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും ഓരോ നിഹാലുകളാവും. ഓക്കെ, എന്താണ് നിഹാലോടെ ഇവനാണ് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഓരോ നിഹാലുകളാണ്. നല്ല ഐഡിയ. അതിന്റെ മെസ്സേജൊക്കെ റിപ്ലൈ എടുത്തോളൂ. ഇതിലല്ലേ നമ്പർ വീഡിയോ ഓണാണ്. നമ്പർ 9895753664 എന്റെ നമ്പറാണ്. ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനല്ലാതെ പിന്നെ വീട്ടിൽ വെച്ച് പുഴുകി തിന്നാൻ പറ്റില്ലല്ലോ അല്ലേ? മുട്ടത്തലയാണെങ്കിൽ മുട്ട തലേമേന എടുത്ത് വെച്ച് നടന്നു. ഫോൺ നമ്പർ അങ്ങനെയൊരു കറക്കണ ഫോൺ എന്താ ചെയ്യും ചേച്ചോടെ അങ്ങനെ കുടിച്ചോണ്ടിരിക്കണത് അവിടെ അകത്ത്. അതെ അതെ, അത് കുടിച്ചിട്ട് ആവാത്തതുകൊണ്ടാണ്. ഹലോ അല്ല, ഈ ഫോണിൽ എടുത്തിട്ട് അതിൽ കൊടുത്തരാന്നല്ല പറഞ്ഞു. ഇവരുടെ വിശ്വാസം എല്ലാവരും ഉണ്ടതില്ലേ?
അംബിക അംബിക ചേച്ചിയല്ലോ ചിലപ്പോ ഇതില് ചിലവരെ ചേച്ചിയായിരിക്കും. എങ്ങനെയാ ഈ വീഡിയോയില് മൊത്തം നിഹാലാണ്. നിഹാല് മാധവ് മാധവ് മാധവാ മാധവ് ബാക്കിൽ ഫോട്ടോ അല്ലേ? നിഹാൽ ടീമാണ്. നിഹാൽ എന്ന് പറഞ്ഞാൽ ഇത് സെപ്പറേറ്റ്. നിഹാൽ നഹള ഈനൊരു ഫോട്ടോ അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ കരിയർ നല്ല അലമ്പായിട്ടാണ് ഞാൻ തുടങ്ങി വെച്ചത്. എൻ്റെ മൂന്നാമത്തെ സിനിമ. ഈ സിനിമ സത്യം പറഞ്ഞ എനിക്കൊരു ആഫ്റ്റർ കുമ്മാട്ടിക്കളി ഞാൻ പറയാതെ തന്നെ അറിയാം ആക്ച്വലി ഇത് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു പ്രോപ്പർ ക്രൗഡ് എന്ന് പറയുന്ന ആദ്യം കിട്ടുന്നത് എനിക്ക് ഐ വോണ്ട് ടു നോ. അതായത് ഞാനിപ്പോഴും പഠിക്കുക ആസ് എൻ ആക്ടർ. എന്നെ ഇന്ന് ഫ്രഷ് ആയി കണ്ട ക്രൗഡിന് എനിക്ക് ഈ സിനിമയെ പറ്റിയും എന്നെ പറ്റി ഒരു അഭിപ്രായം ഇടുന്നതാണ്. ആൻഡ് I want this from all of you. I mean, what did you guys honestly think about the film? അല്ല, ഓണസ്റ്റ്ലി സ്പീക്കിംഗ് കൊള്ളാം. ചേട്ടൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ബട്ട് ഒരു എല്ലാവരും നടന്നവരും ആദ്യം തുടക്കത്തിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് കഴിയുമ്പോഴേക്കും പിന്നെ ഓരോ ആൾക്കാർ ക്ലച്ച് പിടിക്കും. അത് എല്ലാ നടന്നവരും അങ്ങനെ തന്നെയാണ്. അതേപോലെ ശ്രമിക്കുന്നു. നല്ല നല്ല എത്തട്ടെന്നൊരു സിനിമ ആസ് എൻ എന്തെങ്കിലും ടെക്നിക്കൽ സൈഡിൽ ഇല്ല, അങ്ങനെ ടെക്നിക്കൽ സൈഡിലിട്ടാ അഭിനയൊന്നും അങ്ങനെ വലിയ ലൈക്ക് ഒപ്പീനിയൻസ് ആയിട്ട് അങ്ങനെ ബട്ട് ഓക്കെ ഗുഡ് മൂവി എന്നുള്ള ഇതേ. ബട്ട് ഇനി ചേട്ടൻ ലൈക്ക് ആക്ടിംഗ് വൈസ് ചേട്ടൻ ഇനി ഒരുപാട് നല്ല നല്ല ഇതിലെത്താൻ ചേട്ടൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ ഏതൊരു ഭാഗത്ത് ശ്രദ്ധിച്ച് പറയാനായിട്ട് എനിക്കൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് ഭാഗമാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഒരു പോയിന്റ് എടുത്ത് പറയാൻ. അതിപ്പം ലൈക്ക് ഇതിപ്പോ എന്റെ ഒപ്പീനിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബയസ്ഡ് ആയിട്ട് തോന്നിപ്പോകും. ഇതിപ്പം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരുടെ പെർസ്പെക്റ്റീവ് എനിക്ക് എല്ലായിടത്തും അറിയാം. അതെ, അത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം പടത്തിനെ പറ്റി അവനോട് ചോദിച്ചോ. അവനാണ് നമ്മുടെ പടം മെയിൻ വീഡിയോഗ്രാഫർ ആണെങ്കിലും. എന്തെങ്കിലും ഒരു അഭിപ്രായം ചേട്ടൻ ഇനിയും കുറച്ച് വില്ലൻ ടൈപ്പ് അല്ലെങ്കിൽ മെയിൻ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാം അങ്ങനത്തെ നോക്കിയോ ചേട്ടന്? അത് കുറച്ചുകൂടെ ചേട്ടന് സൂട്ടബിൾ ആയിരിക്കും. ഈവൻ പോസിറ്റീവ് ലീഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടേഴ്സിലും അങ്ങനെ ഐ ഡോണ്ട് ഹാവ് എ ടൈപ്പ് ദാറ്റ് ഐ ലൈക്ക്. മാക്സിമം ട്രൈ ചെയ്യും, അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ല, പക്ഷെ കുറച്ചുകൂടെ സീരിയസ് റോൾസിലേക്ക് ചേട്ടൻ ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന് കുറച്ചുകൂടെ ഐ മീൻ ഐ ഹോപ്പ് അല്ല ഓരോ ആക്ടേഴ്സിന് അവരുടെ വീക്ക് പോയിന്റ് അവരുടെ സ്ട്രോങ് പോയിന്റ് കാണും. അപ്പോൾ ഇത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ചേട്ടന് സീരിയസ് റോൾസ് കുറച്ചുകൂടെ സംതിങ് സീരിയസ് റോൾസ് പോലത്തെ ചേട്ടന് ചേരുമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഡയറക്ടേഴ്സും കൂടെ വിചാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. കുമ്മാട്ടിക്കളി കഴിഞ്ഞ് അത്രേ ഉള്ളൂ. മാനിഫെസ്റ്റ് ദാറ്റ് മീ. പക്ഷേ ആഫ്റ്റർ കുമ്മാട്ടിക്കളി ഒരു 1.5 വർഷം ഞാൻ വർക്ക് ചെയ്യാത്ത സമയത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കിട്ടുന്നത്. സോ ഇറ്റ്സ് ബീൻ 3.5 years and 3 films. അങ്ങനെ എനിക്കും പക്ഷേ അതായത് സെൽഫ് ബിലീഫ് ഉണ്ടല്ലോ കേട്ടോ. പിന്നെ സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ഭയങ്കര ഗിൽറ്റ്. ഇപ്പോൾ കുമ്മാട്ടിക്കളിക്ക് ആൾക്കാർ എത്ര കയറിയാലും ഐ ഫീൽ ലൈക്ക് ഐ വേസ്റ്റഡ് ദ മണി. സോ ഈ ഒരു സിനിമയിൽ കയറി ആർക്കെങ്കിലും അങ്ങനെയും കൂടെ തോന്നിയെന്ന് എനിക്ക് അറിയണം, അറ്റ്ലീസ്റ്റ് ഫോർ മൈ കോൺഷ്യൻസ്. ഇതിപ്പം എല്ലാവരുടെയും ഭാഗത്ത് എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ തോന്നിട്ടില്ല. ഇത് എല്ലാവരും കൂടെ കുറച്ച് വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ
എല്ലാവരും പോയി. അത് ശരി, നിങ്ങൾ ഇട്ടിട്ട് പോയോ? അല്ലല്ല അവര് പോയി അല്ല, അതൊന്നും പ്രശ്നം. ശരിയാണ് കൊള്ളാലോ. ധൈര്യം എന്റെ ഡാം. താങ്ക് യു. അംബികാമി എന്താ പോട്ടെ. ഹീറോയിനോട് പോയപ്പോ മാം. Okay, thank you. Thank you so much for coming though. That's the biggest crowd I've seen for this film. Really great. ഇനി ക്രൗഡ് കൂടട്ടെ. ദേശം നിറച്ച് റോഡുകൾ കിട്ടട്ടെ. പിന്നെ ശ്രമിക്കാം മാക്സിമം ട്രൈ ചെയ്യാം. ഫാമിലി അവരുടേതായ വർക്ക്. നിഹാൽ പോയോ? നിഹാല് ഒന്നും പറഞ്ഞു പോയി. AC ഇരുന്നിട്ട് ഇവരെന്തീ തപ്പുന്ന? ക്ലീൻ ആക്കണം. നമ്മളെ ചവിട്ടി പുറത്താക്കാൻ പറ്റാത്ത. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു, അത് എടുത്തു പോകണോ? എന്താണ് അത് പോയി 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 ഉറപ്പായിട്ടും ഇനി എപ്പോഴെല്ലാം ഇവിടെ ഓക്കെ ചേച്ചി. ഓക്കെ ചേച്ചി നന്നായിട്ട് അഭിനയം ചെയ്തോ. എനിക്ക് 21 ശരിയേട്ടാ. ഓക്കെ ഇവിടെ പോണ്ട്. ഇത് കൂടെ ഓക്കെ.